നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമി ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ക്രിസ്തുമസിന്റെ വരവറിയിച്ച് വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ക്രിസ്തുമസ് കരോൾ ബോൺ നത്താലെ അരങ്ങേറി. ഇടവക പള്ളിയിൽ നിന്നാരംഭിച്ച കരോൾ കോതകുളം ബീച്ച് നിത്യസഹായ മാതാ കപ്പേളയിൽ സമാപിച്ചു. നിശ്ചല ദൃശ്യങ്ങളും പരമ്പരാഗത ക്രിസ്തീയ വേഷധാരികളും കരോളിന് മാറ്റുകൂട്ടി. ഉദ്ഘാടനം വികാരി ഫാദർ ജെൻസ് തട്ടിൽ നിർവഹിച്ചു. കൈക്കാരന്മാരായ CA ജെയിംസ്, ലിജോ ജോർജ്, സിജോ ഡേവിസ്, കൺവീനർ പോൾ ചാലിശ്ശേരി, ഡെൽഫി ജോയ്, ഡേവിസ് വാഴപ്പിള്ളി, EJ ജെയിംസ്, സെബി ജോർജ് എന്നിവർ നേതൃത്വം നൽകി. കാരമുക്ക് ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും വ്യാഴാഴ്ച കാരമുക്ക് പൂതൃക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ പൂതൃക്കോവ് ക്ഷേത്ര മേൽശാന്തി ബിനു വാസുദേവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ തുടക്കം കുറിക്കും. തുടർന്ന് പന്തലിൽ പൂജയും കാൽനാട്ടുകർമ്മവും നടക്കും. വൈകിട്ട് അമ്പലം കയ്യിൽക്കൽ ചടങ്ങിന് ശേഷം കാരമുക്ക് പച്ചാമ്പിളിമേൽ തൃക്കോവിൽ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും കാവടി, തകിൽ, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിക്കും. 7-ന് പന്തലിൽ നാമാർച്ചനയും 7:30 മുതൽ അന്നദാനവും ഉണ്ടാകും. 10:30-ന് ബ്രദേഴ്സ് അന്തിക്കാട് അയ്യപ്പൻ വിളക്ക് സംഘത്തിന്റെ ശാസ്താപാട്ടും നടക്കും. 27-ന് പുലർച്ചെ 3-ന് പാൽക്കിണ്ടി എഴുന്നള്ളിപ്പും തുടർന്ന് നടക്കുന്ന വെട്ടും തടയോടെ ദേശവിളക്കാഘോഷം പര്യവസാനിക്കും. പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, ട്രഷറർ K സൂര്യനാരായണൻ, വൈസ് പ്രസിഡന്റ് സുഷമ സുനിൽ, ജോയിന്റ് സെക്രട്ടറി അജിത ശ്രീനിവാസൻ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾക്ക് മുന്നറിയിപ്പ് കലണ്ടറുമായി ചാക്യാരും കുട്ടികളും എത്തി. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ചാണ് തൃപ്രയാർ കിഴക്കേ നടയിൽ റോഡ് ആക്സിഡന്റ്സിന് ബോധവൽക്കരണം നടത്തിയത്. ചടങ്ങിൽ NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഷൈജ EB, രശ്മി VG, സരിത PM, ബബിൽനാഥ്, NSS ലീഡർ ജന ഫാത്തിമ, റയാൻ ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്തവർക്ക് മധുരം നൽകി പ്രോത്സാഹിപ്പിച്ചു. അന്തിക്കാട് പഞ്ചായത്തിലെ ഭിന്നശേഷി കലോത്സവം പുത്തൻപീടിക സെന്റിനറി ഹാളിൽ വെച്ച് നടത്തി. വാർഡ് മെമ്പർ സരിത സുരേഷിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. പരിവാർ കേരള സംസ്ഥാന ട്രഷറർ ഭരതൻ കല്ലാറ്റ്, പൈഡ് സംഘടനയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബൂബക്കർ പുതുശ്ശേരി, ICDS സൂപ്പർവൈസർ KP വസുമതി, മിൽന സ്മിത്ത്, അനിത ശശി, മിനി ആൻഡോ എന്നിവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി ലീഡർ K കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനാചരണം മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ നടത്തി. അനുസ്മരണ യോഗം കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ DCC ജനറൽ സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ KK ബാബു, KB ജയറാം, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, ടോണി അത്താണിക്കൽ, വാസു വളാഞ്ചേരി, വേണു കൊച്ചത്ത്, പുഷ്പ വിശ്വംഭരൻ, ടോളി ബിനീഷ്, ജിഷ സുരേന്ദ്രൻ, ബീന തോമസ്, ജോസഫ് പള്ളിക്കുന്നത്ത്, CN പ്രഭാകരൻ, സ്റ്റീഫൻ നീലങ്കാവിൽ, ഷാലി വർഗീസ് എന്നിവർ സംസാരിച്ചു. തൃശ്ശൂരിനെ സ്നേഹിച്ച് തൃശ്ശൂരിനെ ബന്ധിപ്പിച്ച് അദ്ദേഹം തൃശ്ശൂരിലെ തൃശ്ശൂർ തട്ടകം ശ്രീ കരുണാകരനായി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അദ്ദേഹം വികസന നേതാവായി, വികസന നായകനായി. നമുക്കറിയാം ഒരുപാട് വികസന കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുകയാണ്. അദ്ദേഹം കർക്കശക്കാരനും അതുപോലെ ധാർഷ്ട്യക്കാരനുമായിരുന്നു. ചൂലൂർ യോഗിനി മാതാ ബാലികാ സദനത്തിൽ നടന്നുവരുന്ന പെൺകുട്ടികൾക്കായുള്ള വ്യക്തിത്വ വികസന ക്യാമ്പ് ഹേമന്ത ശിബിരം 2024 രണ്ടാം പക്ഷികളെ തേടി ഒരു വിനോദയാത്ര നടത്തി. പുള്ള ആലപ്പാട് ദേശത്തേക്കാണ് യാത്ര സംഘടിപ്പിച്ചത്. യാത്രയ്ക്കിടെ വയലുകളും തോടുകളും പക്ഷികളും മത്സ്യക്കൂട്ടങ്ങളും കാണുന്നതിനിടെ ഷൈജു സായിറാമിന്റെ വീട് സന്ദർശിച്ചു. വൃക്കദാനത്തിലൂടെ മാതൃകയായ ഷൈജു സായിറാമുമായി സംവദിച്ചും പാട്ടുപാടിയും മക്കൾ ആ നിമിഷങ്ങൾ ധന്യമാക്കി. യോഗിനി മാതാ സേവാ കേന്ദ്രം ട്രഷറർ KS തിലകൻ, ജോയിന്റ് സെക്രട്ടറി MD സുനിൽകുമാർ എന്നിവർ ചേർന്ന് ഷൈജു സായിറാമിനെ ആദരിച്ചു. യോഗിനി മാതാ സേവാ കേന്ദ്രം ഓഫീസ് മാനേജർ ജിത വിജയകുമാർ, ലീലാമണി, സത്യഭാമ, മാതൃസമിതി പ്രസിഡന്റും കരയാവട്ടം UPU സ്കൂൾ ടീച്ചർ കൂടിയായ നോഫ്, മാതൃസമിതി അംഗം ബിന്ദു സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. സായിറാമിന്റെ മകൾ നൽകിയ ക്രിസ്തുമസ് കേക്ക് കൂടി കഴിച്ചിട്ടാണ് സംഘം പിരിഞ്ഞത്. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.